മോദി സർക്കാരിനെ മുട്ടുകുത്തിച്ച വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ ശക്തമായ സാന്നിധ്യമായിരുന്നു എസ്എഫ്ഐ നേതാവ് ഐഷി ഘോഷിനെതിരെ മോദി സർക്കാരിന്റെ പ്രതികാര നടപടി. ദില്ലി പാർട്ടി ആസ്ഥാനത്ത് കയറി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ദില്ലി പോലീസ് നീക്കം. ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെ ഇടപെട്ട ദില്ലി പോലീസ് നീക്കം തടഞ്ഞു. യൂണിഫോം പോലും ഇല്ലാതെ സ്വകാര്യ വാഹനത്തിലായിരുന്നു ദില്ലി പോലീസ് പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിയത്. CJP പ്രതിഷേധത്തിന് മുന്നിൽ മോദി സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നതിന് പിന്നാലെയാണ് SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയും സമരത്തിന്റെ പ്രധാന മുഖവുമായ ഐഷി ഘോഷിനെതിരായ മോദി സർക്കാരിന്റെ വേട്ടയാടൽ നടപടി. 2021 കേസിന്റെ പേരും പറഞ്ഞ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു നീക്കം. CPIM പാർട്ടി ആസ്ഥാനമായ AKG ഭവനിൽ എത്തിയായിരുന്നു ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ പാർട്ടി ആസ്ഥാനത്തില്ലാത്ത സാഹചര്യം നോക്കിയായിരുന്നു പോലീസ് നീക്കം. ഉടൻ തന്നെ അവിടേക്കെത്തിയ രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ് MP ദില്ലി പോലീസ് നീക്കത്തെ ശക്തമായി ചോദ്യം ചെയ്തതോടെ പോലീസ് പിന്മാറി. യൂണിഫോമില്ലാതെ സ്വകാര്യ വാഹനത്തിലായിരുന്നു ദില്ലി പോലീസ് പാർട്ടി ആസ്ഥാനത്ത് എത്തിയത്. You are a police officer. You must have attended the High Court. Since you are in a police action now, you should be in your uniform. Yeah. I would request you to go back. Have your uniform, come with your badge. Okay. You can't do like this. And I am telling you, if you are, you please take it also. No. I am going to be here. No. You please go and wear your uniform. Come. How do you know that Delhi police ne അധികാരമില്ലാത്ത അവകാശമില്ലാത്ത ആയുധങ്ങൾ പിള്ളേർക്ക് ഉപയോഗിച്ച് ഇപ്പോൾ യൂണിഫോം ഇല്ല. അവർ ഹൈക്കോടതിയിൽ നിന്ന് വരുവാണ്. മഴ ആയതുകൊണ്ട് യൂണിഫോം ഇട്ടില്ല എന്നാണ് പറയുന്നത്. മഴ ആയതുകൊണ്ട് ഏത് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരാളാണ്. നെയിം പ്ലേറ്റും ഇല്ല. നെയിം പ്ലേറ്റ് ഇല്ലാതല്ലേ ആൾക്കാരെ അവർ ആക്രമിച്ചത് ഡൽഹി പോലീസ്. പിന്നാലെ AKG ഭവനിലേക്കെത്തിയ CPIM ജനറൽ സെക്രട്ടറി MA ബേബിയും ദില്ലി പോലീസ് നടപടിയെ ശക്തമായി അപലപിച്ചു. മോദി സർക്കാരിന്റെയും ദില്ലി പോലീസിന്റെയും നടപടി പ്രതികാര രാഷ്ട്രീയമെന്നും വിമർശിച്ചു. ഐഡന്റിറ്റി ഇല്ലാത്ത പോലീസ് വേഷത്തിലല്ലാത്ത ആളുകൾ വന്നിട്ടാണ് യഥാർത്ഥത്തിൽ സോനം വാങ്ചുക്കിനെ എങ്ങനെയാണോ സമരസ്ഥലത്ത് നിന്നും തട്ടിക്കൊണ്ടുപോയത്, അതുപോലെ ഐഷി ഘോഷിനെ പാർട്ടി ഓഫീസിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാനുള്ളൊരു പദ്ധതിയാണ് മോഡിയും അമിത്ഷായും ഡൽഹി പോലീസും കൂടെ ചേർത്ത് തയ്യാറാക്കിയതെന്ന് വേണം അനുമാനിക്കാൻ. ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. വിപരീതകാലെ വിനാശബുദ്ധി എന്ന് പ്രസിദ്ധമായിട്ടുള്ളൊരു ചൊല്ലുണ്ട്. ഇതാണ് മോഡിയുടെയും അമിത്ഷായുടെയും ഈ പിത്തലാട്ടങ്ങൾ കാണുമ്പോൾ ഒരു പ്രതികരണം എന്ന നിലയിൽ പറയാനുള്ളത്. രാഷ്ട്രീയമായും നിയമപരമായും ശക്തമായി മോദി സർക്കാരിന്റെ രാഷ്ട്രീയ വേട്ടയാടലിനെ പ്രതിരോധിക്കുമെന്നും CPIM വ്യക്തമാക്കി. ദില്ലി പോലീസിന്റെ പ്രതികാര നടപടിയിൽ പ്രതിഷേധിച്ച് CPI ജനറൽ സെക്രട്ടറി D രാജ ഉൾപ്പെടെ നേതാക്കൾ AKG ഭവനിലേക്കെത്തി ഐഷി ഘോഷിന് പിന്തുണ അറിയിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.